നമസ്കാരം. ഇൻഫോ ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പാലപ്പിള്ളി വലിയകുളത്ത് തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പാടിയിൽ തുടർച്ചയായി രണ്ടാം ദിവസവും പുലിയിറങ്ങി പശുവിനെ ആക്രമിച്ചു. സ്വകാര്യ ബസ്സിടിച്ച് വയോധികൻ മരിച്ചു. കുമരനെല്ലൂർ സ്വദേശി പുത്തൻപുരയിൽ വീട്ടിൽ 92 വയസ്സുള്ള രാമനാണ് മരിച്ചത്. ക്ഷേത്രങ്ങളിൽ മോഷണം നടത്തിയ പ്രതിയെ ഒല്ലൂർ പോലീസ് പിടികൂടി. അസം സ്വദേശി 24 വയസ്സുള്ള ജിഹിറുൽ ഇസ്ലാമാണ് പിടിയിലായത്. പേരാമ്പ്ര സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിന്റെ 31ാമത് വാർഷിക ദിനം വൈഖരി 2024-25 ആഘോഷിച്ചു. പരിയാരത്ത് കെ കരുണാകരൻ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. റോഡ് നിർമ്മാണം വൈകുന്നതിൽ പ്രതിഷേധിച്ച് LDF പഞ്ചായത്ത് കമ്മിറ്റി മോതിരക്കണ്ണി ജംഗ്ഷനിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. ആഭ്യന്തരമന്ത്രി അമിത് ഷാ രാജിവെച്ച് പൊതുജനങ്ങളോട് മാപ്പ് പറയണം. പട്ടികജാതി ക്ഷേമസമിതി. ലീഡർ കെ കരുണാകരന്റെ 14ാം ചരമവാർഷിക ദിനം മറ്റത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. വിശദമായ വാർത്തയിലേക്ക്. പാലപ്പിള്ളി വലിയകുളത്ത് തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പാടിയിൽ തുടർച്ചയായി രണ്ടാം ദിവസവും പുലിയിറങ്ങി പശുവിനെ ആക്രമിച്ചു. മേലേമണ്ണിൽ കബീറിന്റെ പാടിക്ക് പുറകിലാണ് പുലിയെത്തി കെട്ടിയിട്ട പശുവിനെ ആക്രമിച്ചത്. ഞായറാഴ്ച വൈകിട്ട് 7 മണിയോടെയായിരുന്നു സംഭവം. പശുക്കളുടെ ശബ്ദം കേട്ടെത്തിയപ്പോൾ പുലി പശുവിനെ ആക്രമിക്കുന്നതാണ് വീട്ടുകാർ കണ്ടത്. വീട്ടുകാർ ഒച്ച വച്ചപ്പോൾ ഓടിപ്പോയ പുലി സമീപത്ത് പതുങ്ങി നിൽക്കുകയായിരുന്നു. പിന്നീട് പടക്കം പൊട്ടിച്ചാണ് നാട്ടുകാർ പുലിയെ ഓടിച്ചത്. പാലപ്പിള്ളി ഫോറസ്റ്റ് റേഞ്ചിലെ വനപാലകർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ശനിയാഴ്ച പുലർച്ചെയും ഇവിടെ പുലിയെത്തി പശുക്കുട്ടിയെ കൊന്നിരുന്നു. മുണ്ടക്കാട്ടിൽ സുലൈഖയുടെ പശുക്കുട്ടിയെയാണ് പുലി കൊന്നത്. തുടർച്ചയായി പുലി ഇറങ്ങി വളർത്തുമൃഗങ്ങളെ ആക്രമിച്ചതോടെ തോട്ടം തൊഴിലാളികൾ ഭീതിയിലാണ്. 2 ദിവസം മുൻപ് പാലപ്പിള്ളി പുതുക്കാട് എസ്റ്റേറ്റിന് സമീപത്തെ പാടിയിൽ പുലി ഇറങ്ങി പശുക്കുട്ടിയെ കൊന്നിരുന്നു. ഇവിടെ പുലിയെ കണ്ടെത്തുന്നതിനായി വനം വകുപ്പ് ട്രാപ്പ് ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട്. പാലപ്പിള്ളി മേഖലയിൽ പലയിടത്തായി പുലി ഇറങ്ങി ഭീതി പരത്തിയതോടെ പുലിയെ പിടികൂടുന്നതിനുള്ള കൂട് സ്ഥാപിക്കണമെന്ന് നാട്ടുകാരും മലയോര കർഷക സംരക്ഷണ സമിതി പ്രവർത്തകരും ആവശ്യപ്പെട്ടു. സ്വകാര്യ ബസ്സിടിച്ച് വയോധികൻ മരിച്ചു. കുമരനെല്ലൂർ സ്വദേശി പുത്തൻപുരയിൽ വീട്ടിൽ 92 വയസ്സുള്ള രാമനാണ് മരിച്ചത്. ഓട്ടുപാറയിൽ തിങ്കളാഴ്ച രാവിലെ 9:30യോടെയായിരുന്നു അപകടം. ഓട്ടുപാറ ബസ് സ്റ്റാൻഡിന് മുന്നിൽ ടോറസ് ലോറിയെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ സ്വകാര്യ ബസ് കാൽനട യാത്രികനായ വയോധികനെ ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റയാളെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അമിത വേഗതയിൽ വാഹനമോടിച്ച് അപകടമുണ്ടാക്കിയ ഡ്രൈവറെയും വാഹനത്തെയും വടക്കാഞ്ചേരി പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. തിരക്കേറിയ വടക്കാഞ്ചേരി നഗരത്തിലെ ബസ്സുകളുടെ അമിത വേഗതയ്ക്കെതിരെ മോട്ടോർ വാഹന വകുപ്പും പോലീസും ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ക്ഷേത്രങ്ങളിൽ മോഷണം നടത്തിയ പ്രതിയെ ഒല്ലൂർ പോലീസ് പിടികൂടി. അസം സ്വദേശി 24 വയസ്സുള്ള ജിഹിറുൽ ഇസ്ലാമാണ് പിടിയിലായത്. ഇരവിമംഗലം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം, ഇരവിമംഗലം മച്ചിങ്ങൽ ക്ഷേത്രം, ഇളംതുരുത്തി കൊട്ടേക്കാട്ട് പറമ്പിൽ കുടുംബക്ഷേത്രം എന്നിവിടങ്ങളിലാണ് ഇയാൾ മോഷണം നടത്തിയത്. മച്ചിങ്ങൽ ക്ഷേത്രത്തിൽ നിന്നും 2ഉം ഇരവിമംഗലം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നിന്ന് 1 വിളക്കും കൊട്ടേക്കാട്ട് പറമ്പിൽ കുടുംബക്ഷേത്രത്തിൽ നിന്ന് പണവും 2 വിളക്കുകളുമാണ് പ്രതി മോഷ്ടിച്ചത്. ഈ മാസം 3-നാണ് കേസിനാസ്പദമായ സംഭവം. ഒല്ലൂർ ACP SP സുധീരൻ, SHO TP ഫർഷാദ്, SI ജീസ് മാത്യു എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പേരാമ്പ്ര സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിന്റെ 31ാമത് വാർഷിക ദിനം വൈഖരി 2024-25 ആഘോഷിച്ചു. വിദ്യാലയത്തിന്റെ മാതൃസമിതി പ്രസിഡന്റ് വിജിഷ അനിൽ, വെൽഫെയർ കമ്മിറ്റി പ്രസിഡന്റ് മനോജ് കുമാർ TS എന്നിവർ ചേർന്ന് ദീപപ്രജ്വലനം നിർവഹിച്ചു. വിവേകാനന്ദ ട്രസ്റ്റ് ചെയർമാൻ NP മുരളി അധ്യക്ഷത വഹിച്ച ചടങ്ങ് ചാലക്കുടി നിയോജക മണ്ഡലം MLA TJ സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു.
സംഗീത സംവിധായകനും പിന്നണി ഗായകനുമായ വിദ്യാധരൻ മാസ്റ്റർ, ചലച്ചിത്ര താരം അഞ്ജലി നായർ, ഇൻകം ടാക്സ് അഡീഷണൽ കമ്മീഷണർ ജ്യോതിസ് മോഹൻ IRS എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു. വിവേകാനന്ദ ട്രസ്റ്റ് രക്ഷാധികാരികളായ ഡോക്ടർ ടി പ്രഭാകരൻ നായർ, ഡോക്ടർ A രാധാകൃഷ്ണൻ, വിവേകാനന്ദ ട്രസ്റ്റ് സെക്രട്ടറി TC സേതുമാധവൻ, വിവേകാനന്ദ ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ രമ കൃഷ്ണൻകുട്ടി, വിദ്യാലയ സമിതി പ്രസിഡന്റ് സ്മിത P നായർ എന്നിവർ വേദിയിൽ സംസാരിച്ചു. ചടങ്ങിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനദാനവും ഉണ്ടായിരുന്നു. ആഘോഷത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. പരിയാരത്ത് K കരുണാകരൻ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പരിയാരം മണ്ഡലം കമ്മിറ്റിയും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയും സംയുക്തമായി നടത്തിയ ലീഡർ K കരുണാകരൻ അനുസ്മരണ യോഗം പരിയാരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ വച്ച് നടന്നു. അനുസ്മരണ യോഗം DCC സെക്രട്ടറി PK ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് MP ഡേവിസ് അധ്യക്ഷത വഹിച്ചു. VC ബെന്നി സ്വാഗതം പറഞ്ഞു. മുഖ്യപ്രഭാഷണം DCC സെക്രട്ടറി PK ബാസി നടത്തി. ആശംസകൾ അർപ്പിച്ച് NC തോമസ്, റാഫി കല്ലുപാലം, KT വർഗീസ് എന്നിവർ സംസാരിച്ചു. പ്രിൻസ് മുണ്ടൻ മാണി നന്ദി പറഞ്ഞു. പൂവത്തിങ്കൽ മോതിരക്കണ്ണി വേളൂക്കര ആധുനിക റോഡ് നിർമ്മാണം അനന്തമായി വൈകുന്നതിൽ പ്രതിഷേധിച്ച് LDF പഞ്ചായത്ത് കമ്മിറ്റി മോതിരക്കണ്ണി ജംഗ്ഷനിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. RJD സംസ്ഥാന ജനറൽ സെക്രട്ടറി യൂജിൻ മോറേലി ഉദ്ഘാടനം ചെയ്തു. റോഡിനാവശ്യമായ ഭൂമി ഏറ്റെടുത്ത ശേഷമാണ് കുടിവെള്ള പൈപ്പ് ലൈൻ സ്ഥാപിക്കേണ്ടത്. അതിനുശേഷം ടാറിങ്ങും. ഇവിടെ തല തിരിച്ചാണ് കാര്യങ്ങൾ. യാതൊരു വിധത്തിലുള്ള മുൻധാരണകളുമില്ലാതെ വകുപ്പുകളുടെ ഏകോപനവും നടത്താതെയുള്ള പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് പ്രയാസമുണ്ടാക്കുമെന്ന് അറിഞ്ഞിട്ടും MLA നിസ്സംഗനായി നിന്നുകൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങൾ അതിജീവിക്കാൻ കഴിയാതെ കർഷകർ ദുരന്തത്തെ മുഖാമുഖം കാണുമ്പോൾ ജനപ്രതിനിധികൾ കയ്യും കെട്ടി നോക്കി നിൽക്കേണ്ടവരല്ല. പീലാർമുടി കുടുംബാരോഗ്യ കേന്ദ്ര നിർമ്മാണ ഫണ്ട് MLA നൽകിയതല്ല. അത് പഞ്ചായത്തിന് ലഭിച്ച ഗ്രാന്റും പൊതുജനങ്ങൾ ബിരിയാണി വിറ്റും കുട്ടികൾ സമ്പാദ്യക്കൊടുക്ക പൊട്ടിച്ചും ഉണ്ടാക്കിയതാണ്. മോതിരക്കണ്ണിയിലെയും പീലാർമുടിയിലെയും ഭീഷണിയിലാക്കിയ മണ്ണ് മാഫിയക്കാരുടെ അഴിഞ്ഞാട്ടത്തിന് കുട ചൂടിയവർ നാട്ടിലെ റോഡും പാലങ്ങളും നശിപ്പിച്ചിട്ട് മാനത്തേക്ക് നോക്കി നിൽക്കുന്നത് സങ്കടകരമാണ്. പീലാർമുടിയിൽ നിന്ന് കൂടുതൽ മണ്ണെടുക്കുവാൻ ജനം സമ്മതിച്ചില്ല എന്ന കാരണത്താൽ റോഡ് പുനർനിർമ്മിക്കില്ല എന്ന വൈരാഗ്യ ബുദ്ധിയിൽ കാര്യങ്ങൾ കൊണ്ടുവരുന്നത് ധാർമ്മികതയ്ക്ക് ചേരുന്നതല്ല. കുമ്പാളൻമുടിയുടെ അടിവാരം തുറന്നുള്ള ഒരു വികസന പ്രവർത്തനങ്ങൾക്കും ഗ്രാമപഞ്ചായത്ത് കൂട്ടുനിൽക്കുകയില്ല. ക്ഷണിക്കാതെ വന്നിട്ടും നിർമ്മാണം ഉദ്ഘാടനം ചെയ്യുവാൻ ആവശ്യപ്പെടുകയും ഇല്ല സദസ്സിൽ ഇരിക്കുന്നുള്ളൂവെന്ന് പറയുകയും പിന്നീട് സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ മൈക്ക് നൽകുകയും ചെയ്തത് നാട്ടുകാരുടെ മര്യാദയായിരുന്നുവെന്നും ജനപ്രതിനിധികൾ തിരിച്ചറിയണം. പഞ്ചായത്ത് പ്രസിഡന്റ് മായ ശിവദാസ് അധ്യക്ഷത വഹിച്ചു. ജനീഷ് P ജോസ്, VM ടെൻസൺ, ഡെസ്റ്റിൻ താക്കോൽക്കാരൻ, KK ആൻഡു, KS രാധാകൃഷ്ണൻ, ആനി ജോയ്, MC വിഷ്ണു, CK ശശി, UG വേലായുധൻ, KL ജോസ്, NC ബോബൻ, അപർണ ശരൺ, ഹസീന നിഷാബ് എന്നിവർ പ്രസംഗിച്ചു. ആഭ്യന്തരമന്ത്രി അമിത് ഷാ രാജിവെച്ച് പൊതുജനങ്ങളോട് മാപ്പ് പറയണം. പട്ടികജാതി ക്ഷേമ സമിതി. ഡോക്ടർ BR അംബേദ്കറെ രാജ്യസഭയിൽ രൂക്ഷമായ ഭാഷയിൽ ആക്ഷേപിച്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ രാജിവെച്ച് പൊതുജനങ്ങളോട് മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പട്ടികജാതി ക്ഷേമ സമിതി കൊടകര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊടകര ടൗണിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. പൊതുയോഗം PKS സംസ്ഥാന വൈസ് പ്രസിഡന്റ് PK ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു. കൊടകര ഏരിയ പ്രസിഡന്റ് PV മണി അധ്യക്ഷനായി. PK കൃഷ്ണൻകുട്ടി, PK രാജൻ, AR ബാബു, PC സുബ്രൻ, KS ഉണ്ണിച്ചക്കൻ, സിന്ധു പ്രദീപ് എന്നിവർ സംസാരിച്ചു. കേന്ദ്ര പഞ്ചായത്ത് മന്ത്രാലയം രൂപീകരിച്ചിട്ടുള്ള അഡ്വൈസറി കമ്മിറ്റി സംഘടിപ്പിക്കുന്ന സംവാദത്തിൽ പങ്കെടുക്കുന്നതിനായി കേരളത്തിൽ നിന്നും മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബിയെ തെരഞ്ഞെടുത്തു. 2013 സുപ്രീം കോടതി വിധി പ്രകാരം കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രാലയം രൂപീകരിച്ചതാണ് അഡ്വൈസറി കമ്മിറ്റി. ഡിസംബർ 23-24 തീയതികളിൽ മൈസൂർ അബ്ദുൾ നസീർ സാബ് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്റ്റേറ്റ് ഡെവലപ്മെന്റ് ആൻഡ് പഞ്ചായത്ത് രാജിലാണ് ഇന്ത്യയിലെ തെരഞ്ഞെടുത്ത വനിതാ പഞ്ചായത്ത് പ്രസിഡന്റുമാരായി സംവാദം നടക്കുന്നത്. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റിനെ കൂടാതെ ഒളവണ്ണ പഞ്ചായത്ത് പ്രസിഡന്റ് P സരുതി,
കക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് KP ഷീബ എന്നിവരാണ് സംവാദത്തിൽ പങ്കെടുക്കാനായി കേരളത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള മറ്റ് വനിതാ പഞ്ചായത്ത് പ്രസിഡന്റുമാർ. ലീഡർ കെ കരുണാകരൻ 14ാമത് ചരമവാർഷിക ദിനം മറ്റത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. അനുസ്മരണ സമ്മേളനം DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലൂപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. നൈജോ വാസുപുരത്തുകാരൻ, സിജിൽ ചന്ദ്രൻ, സുരേഷ് അരിക്കാട്ട്, ലിനോ മൈക്കിൾ, കുട്ടൻ പുളിക്കലാൻ, PC വേലായുധൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ബാബു മനക്കുളങ്ങര പറമ്പിൽ, വർഗീസ് കോടാലി, ശിവൻ കൊറവങ്ങാട്ട് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവിലയിൽ മാറ്റമില്ല. ഗ്രാമിന് 7100 രൂപ, പവന് 56,800 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാലപ്പിള്ളി വലിയകുളത്ത് തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പാടിയിൽ തുടർച്ചയായി 2ാം ദിവസവും പുലിയിറങ്ങി പശുവിനെ ആക്രമിച്ചു. സ്വകാര്യ ബസ്സിടിച്ച് വയോധികൻ മരിച്ചു. കുമരനെല്ലൂർ സ്വദേശി പുത്തൻപുരയിൽ വീട്ടിൽ 92 വയസ്സുള്ള രാമനാണ് മരിച്ചത്. ക്ഷേത്രങ്ങളിൽ മോഷണം നടത്തിയ പ്രതിയെ ഒല്ലൂർ പോലീസ് പിടികൂടി. അസം സ്വദേശി 24 വയസ്സുള്ള ജിഹിറുൽ ഇസ്ലാമാണ് പിടിയിലായത്. പേരാമ്പ്ര സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിന്റെ 31ാമത് വാർഷിക ദിനം വൈഖരി 2024-25 ആഘോഷിച്ചു. പരിയാരത്ത് കെ കരുണാകരൻ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. റോഡ് നിർമ്മാണം വൈകുന്നതിൽ പ്രതിഷേധിച്ച് LDF പഞ്ചായത്ത് കമ്മിറ്റി മോതിരക്കണ്ണി ജംഗ്ഷനിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. ആഭ്യന്തരമന്ത്രി അമിത് ഷാ രാജിവെച്ച് പൊതുജനങ്ങളോട് മാപ്പ് പറയണം. പട്ടികജാതി ക്ഷേമസമിതി. ലീഡർ കെ കരുണാകരന്റെ 14ാം ചരമവാർഷിക ദിനം മറ്റത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.